2024 ഈദ് വിഷു റിലീസിനായിട്ട് വന്നത് 3 പടങ്ങളാണ്. 3 മലയാള പടങ്ങളാണ് മെയിനായിട്ട് ഇറങ്ങിയത്. ആദ്യത്തെ പടം ആവേശം, രണ്ടാമത്തെ പടം വർഷങ്ങൾക്ക് ശേഷം, മൂന്നാമത്തെ പടം ജയ് ഗണേഷ്. ഒന്നാമത്തെ പടം ആവേശം. ഈ പടം തുടക്കത്തിൽ തന്നെ ഒരുപാട് ചർച്ചയായിരുന്നു. 20 കോടി രൂപയോളം ബഡ്ജറ്റിൽ ഇറങ്ങിയ ഫഹദ് ഫാസിൽ നായകനായിട്ട്, ഫഹദ് ഫാസിൽ രംഗൻ എന്ന കഥാപാത്രം മെയിൻ റോളിൽ അഭിനയിച്ച ആവേശം എന്ന പടത്തിന് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഡാപ്സി പോലുള്ള ഒരുപാട് നല്ല മ്യൂസീഷ്യൻസ് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. BGM ഒക്കെ ചെയ്തതും സോങ്സ് ചെയ്തതും സുഷിൻ ശ്യാമായിരുന്നു. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഈ പടത്തിന്. ഈ എക്സ്പെക്റ്റേഷൻ ഒരു തെല്ല് പോലും സങ്കടപ്പെടുത്താത്ത രീതിയിലാണ് ഈ പടത്തിൻ്റെ ഇനീഷ്യൽ ഡേ കളക്ഷൻ കിട്ടിയത്. പ്രേക്ഷകർ അത്രക്കും നല്ല രീതിയിൽ തന്നെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. 20 കോടി രൂപ ബഡ്ജറ്റിൽ എടുത്ത ഈ പടത്തിന് ഓപ്പണിംഗ് ഡേ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം 3.5 CR ആണ്. 3.5 കോടി രൂപ. കേരളത്തിന് പുറത്തുനിന്ന് കിട്ടിയത്, അതായത് ഓൾ ഇന്ത്യ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.25 CR, 4.25 കോടി. റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യക്ക് പുറമെ ഓവർസീസിൽ നിന്ന് കിട്ടിയ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.32 കോടി രൂപയാണ്. അങ്ങനെ ഓപ്പണിംഗ് ഡേയിലെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിമിനോട് മല്ലിടുന്ന രീതിയിൽ, അതിനേറ്റ് കട്ടക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ 10.37 കോടി രൂപയാണ്. അതായത് നോക്കണം, ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത് 20 കോടി രൂപയാണ്. ഇനീഷ്യൽ ഡേ കളക്ഷൻ, അത് ഇത്രയും നല്ല പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് കിട്ടിയ ഇനീഷ്യൽ ഡേ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 10.37 കോടി രൂപയാണ്. ഇത് എത്ര വലിയ സംഖ്യയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുള്ള പടത്തിൻ്റെ കളക്ഷൻ എത്രയെന്നുള്ളത് നോക്കണം. 2ാം സ്ഥാനത്തുള്ളത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത, പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നീരജ് മാധവ്, നിവിൻ പോളി, അങ്ങനെ വൻ താരനിര തന്നെ അണിനിരന്ന 8 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടമാണ്. ഈ പടത്തിൻ്റെ ഇനീഷ്യൽ ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും 5.5 കോടി രൂപ മാത്രമേ ഉള്ളൂ. അതായത് വർഷങ്ങൾക്ക് ശേഷത്തേക്കാട്ടിലും ഇരട്ടിയോളം ഇനീഷ്യൽ ഡേ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ കഴിഞ്ഞു ആർക്ക്? ആവേശം എന്ന് പറഞ്ഞ മൂവിക്ക്. ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത് ഒരുപാട് കൂടുതലാണ്. ആവേശത്തിന് 20 കോടി ബഡ്ജറ്റ് ഉണ്ട്, വർഷങ്ങൾക്ക് ശേഷത്തിന് വെറും 8 കോടി രൂപയെ ബഡ്ജറ്റേ ഉള്ളൂ. പക്ഷേ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലുള്ള റെസ്പോൺസ്, അതേപോലെ ഓഡിയൻസ് റെസ്പോൺസൊക്കെ റിയൽ വിന്നറായിട്ട് കണക്കാക്കുന്നത് ആവേശത്തിനെ തന്നെയാണ്. എന്ന് വെച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു മോശം പടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഈദ് അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ അഥവാ ഈ വിഷു സീസൺ കൊണ്ടുപോയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോക്സ് ഓഫീസിലെ റിയൽ വിന്നർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശം മൂവിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത് മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണ്. ഇപ്പോൾ ആടുജീവിതത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർ ഡേ ഒരു 2 CR വെച്ചിട്ട് കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആടുജീവിതം ഇറങ്ങിയിട്ട് മാർച്ച് 28 ഇറങ്ങിയ ഈ പടം ഇപ്പോൾ തന്നെ അത് ഒരു 3 ആഴ്ചയോളം പിന്നീടാണ്. എന്നിട്ട് പോലും ഡെയിലി കളക്ഷൻ 2 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടുന്നുള്ള വലിയൊരു കാര്യമാണ്. 3ാം സ്ഥാനത്ത് ഈ ഈദ് വിഷു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിയ പടങ്ങളിൽ, മലയാള പടങ്ങളിൽ 3ാം സ്ഥാനത്തുള്ളത് നമ്മളുടെ ഉണ്ണി മുകുന്ദൻ നായകനായിട്ട് അഭിനയിച്ച ജയ് ഗണേഷാണ്. രഞ്ജി ശങ്കറാണ് ഈ പടം സംവിധാനം ചെയ്തത്. പടത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 50 ലക്ഷം രൂപയാണ്. ഇത് സ്ലോ ആയിട്ട് ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്ത് പോകുന്നൊരു പടമാണ്. എങ്ങനെ ആയാലും ഒരു മുടക്ക് മുതൽ ഇത് മീറ്റ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ മലയാള സിനിമയുടെ ഒരു പുത്തനുണർവ് തിരിച്ചു തരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ഓടി, ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിയേറ്ററുകളിൽ ആൾക്കാർ കയറുന്ന രീതിയിൽ, തിയേറ്റർ ഓക്യുപ്പൻസി മിനിമം ഒരു 60% വരുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. ഇങ്ങനെ തന്നെ നല്ല നല്ല പടങ്ങൾ ഇനിയും വരട്ടെ, തിയേറ്റർ ഓക്യുപ്പൻസി നല്ലോണം കൂടട്ടെ, ആൾക്കാർ തിയേറ്ററിലേക്ക് കൂടുതൽ ഇരച്ചു കയറട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ പടങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സിനും നമുക്ക് നല്ല നല്ല പടങ്ങൾ തിയേറ്ററിൽ പോയി കാണാനായിട്ട് പ്രേക്ഷകർക്കും ചാൻസ് കിട്ടുകയുള്ളൂ.